ചില ചോദ്യങ്ങളുടെ നടുവിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാത്ത രീതിയിൽ ഒരു അമ്മാനമാടുന്ന പന്ത് പോലെ നമ്മൾ കറങ്ങുന്ന അവസ്ഥകളായിരിക്കാം. നമുക്ക് ഒരു ക്ലാരിറ്റി കാണത്തില്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്വം. എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ചിലയിടത്ത് നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടാറുണ്ട്. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ ശബ്ദം, ഇതൊന്നും നമുക്ക് സെൻസ് ഉണ്ടാക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തൻ. വളരെ വേഗത്തിൽ നമുക്കൊരു വാക്യം എടുക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തൊട്ട് വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് പറയാമോ? കാത്തിരിക്കണം. ഒന്നും കൂടെ ഉച്ചത്തിൽ, കാത്തിരിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് കാത്തിരിപ്പ്. നമ്മുടെ പ്രയർ ടവറിലായാലും ആമേൻ, നമ്മൾ മീറ്റിങ്ങിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, കുറച്ചും കൂടെ വെയിറ്റിംഗ് ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പേർക്ക് സർവീസ് കൊടുക്കുവാനേ കഴിയും. വരുന്ന എല്ലാവർക്കും പെട്ടെന്നൊക്കെ കുറച്ചും കൂടെ തൃപ്തികരമായി തീരും എന്നൊക്കെ ഞങ്ങൾ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം അവിടെ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ കാത്തിരിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്. ഹല്ലേലൂയ. കാത്തിരിപ്പ് നമുക്ക് ഇഷ്ടമുള്ള വാക്കല്ല. പക്ഷേ എങ്കിലും ഇന്ന് രാത്രി നമുക്കിഷ്ടമില്ലെങ്കിലും വചനത്തിനകത്ത് അത് എഴുതിയിരിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ ഉച്ചത്തിൽ പറയാമോ? കാത്തിരിക്കണം. ആമേൻ. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് നീ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള, വ്യക്തമായി കേൾക്കണേ, അവൻ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എല്ലാവരും ഒന്ന് പറയാമോ? കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് അത് ആർക്കുള്ളതല്ല? നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച വേറെ അല്ല, നമുക്കുള്ളതല്ല. എന്ത്? കാലങ്ങളും സമയങ്ങളും ആമേൻ അറിയേണ്ടത്. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് നൽകിയൊരു ആലോചന ഇപ്രകാരം, കാത്തിരിക്കുന്നതിനെ പറ്റി സംസാരിക്കണം. ഹല്ലേലൂയ. ഒരുപാട് കേട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേങ്കിലും ഇന്ന് രാത്രിയിൽ ഒരു വ്യത്യസ്തമായ അളവിൽ ദൈവാത്മാവ് സംസാരിക്കുന്നത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ ഒന്ന് കൈയടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളങ്ങ് സ്വീകരിക്കുന്നു, ഞങ്ങളുടെ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കാത്തിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഈ അഡ്വൈസസ് നൽകുക എന്നത്. കാത്തിരിക്കാൻ അഡ്വൈസ് തരാറുണ്ട്. പല കാര്യങ്ങളോടും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ അഡ്വൈസ് തരാറുണ്ട്. പല ആൾക്കാരും അഡ്വൈസ് തരാറുണ്ട്. പിന്നെ പല 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 ടെസ്റ്റുകളെ പറ്റി, പലവിധമാകുന്ന ബിസിനസ്സിനെ പറ്റി, ജോലി മേഖലകളെ പറ്റി, കുടുംബ ഗ്രഹഭരണത്തെ പറ്റി, മക്കളെ വളർത്തുന്നതിനെ പറ്റി, ഇങ്ങനെ തുടങ്ങി വിവിധമായ ചർച്ചാ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾക്കൊക്കെ എല്ലാവർക്കും അഡ്വൈസ് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്റ്റുഡൻറ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം കാലമാകുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? പഠിക്കണം, പഠിക്കണം, പഠിക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവരും ഇതേ പറയുള്ളൂ, പഠിക്കണം, പഠിക്കണം, പഠിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മദ്യപാനിയെ കണ്ട എല്ലാവരും പറയും, കൂടി നിർത്തണം, കൂടി നിർത്തണം, കൂടി നിർത്തണം. എന്നിട്ട് കുറേ അഡ്വൈസൊക്കെ പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കുടിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങ് ഒരൊറ്റ പോക്ക് പോകണം. അല്ലെങ്കിൽ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ചിലടത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങലെന്ന് പറയും. പക്ഷേ എന്തൊക്കെ അഡ്വൈസ് തന്നാലും അത് അനുഭവിക്കുന്നവർക്കേ അറിയാവുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. ആണോ? സമ്മതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചീത്ത കാര്യങ്ങൾ മാത്രമല്ല, ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ശരിയാണോ? നമ്മുടെ തന്നെ ജീവിതത്തിലൊന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച സ്ഥാനത്തല്ല. ചില നല്ല കാര്യങ്ങൾ, ചിലതൊക്കെ സർപ്രൈസ് ആയിരുന്നു അല്ലേ? നമ്മൾ ഈ ബർത്ത്ഡേ പാർട്ടിയൊക്കെ, ആക്ച്വലി എൻ്റെ ഈ കഴിഞ്ഞ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതേ തലേ ദിവസം എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ വെളിയിൽ നിന്ന് തന്നെ നമ്മുടെ ഈ പഴയ ടൈപ്പ് ഗ്ലാസ്സാണ്.
അപ്പോൾ അകത്തുള്ളത് കാണാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ ഒരു മിൽക്കി ഗ്ലാസ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അകത്തുള്ള ചെറിയ വെട്ടമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ ലൈറ്റ് എല്ലാം രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു, 12:15, 12:05, 12:10 എന്തോ ആയി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഷാലോമീന്ന്. അപ്പോൾ വീട്ടിൽ പോയ സമയത്തിൽ ഇങ്ങനെ എല്ലാ ലൈറ്റെല്ലാം ഓഫായിരുന്നു. പക്ഷേ ചെറിയൊരു വെട്ടം, ഒരു എന്താണ് പരിചയമില്ലാത്തൊരു വെട്ടം. എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിനകത്തുള്ള വെട്ടം ജനലിൽ കൂടെ വെളിയിൽ കാണുന്നത്, പക്ഷേ ഒരു പരിചയമില്ലാത്ത വെട്ടം ജനലിലൂടെ കണ്ടു. എന്നാലും എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അത്ഭുതം നടക്കുന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ ഇതെന്താ സംഭവം എന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബെല്ലടിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബെല്ലടിച്ചു എന്ന് തോന്നുന്നു, അതോ തുറന്നു, എന്തോ ഓർമ്മയില്ല. അങ്ങനെ തുറന്ന് കയറിയപ്പോഴാണ് ആ അപരിചിതമായിട്ടുള്ള ഒരു അമാനുഷികമായ വെട്ടം വേറൊന്നുമില്ലായിരുന്നു, ഒരു മൊബൈൽ ക്യാമറയുടേതായിട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ മറന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഞാൻ ഓർക്കുന്നില്ല. എല്ലാ വർഷമുള്ള പരിപാടിയാണിത്. രാത്രി നമ്മൾ ഉറങ്ങാൻ പോലും സമ്മതിക്കൂല. നമ്മൾ ഉറങ്ങിക്കിടന്നാലും നമ്മൾ ഉപദ്രവിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു മെഴുകുതിരി ഊതി അണപ്പിച്ച് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിപ്പിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ സമ്മതിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ രാത്രി ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് കയറിപ്പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഹാപ്പി ബർത്ത്ഡേ പാട്ട് രണ്ട് താളത്തിലും 2 രാഗത്തിലൊക്കെ പാടുന്നു. ഒരാൾ ക്യാമറ തറയിലോട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. ലാസ്റ്റ് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അയ്യോ മുഖം കിട്ടിയില്ല, തറയാണ് കിട്ടിയത്. കാരണം എൻ്റെ മുഖത്തായിരുന്നു ഒരു ശ്രദ്ധ, ക്യാമറയിലായിരുന്നു. പിന്നെ വേറൊരു ക്യാമറയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കിട്ടി. അങ്ങനെ അതൊരു ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം സാധാരണ നടക്കുന്നതാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ അങ്ങനെ ഒരു വെട്ടം കണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചാൽ വരുന്നത്. പിന്നെയാണ് മനസ്സിലായത് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റാണ് ഈ ഒരു അപരിചിതമായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് വരുന്ന വെട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കഴിഞ്ഞ ബർത്ത്ഡേ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും, ഞാൻ ബർത്ത്ഡേ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇതുപോലെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലേ. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഇതുപോലെയായിരുന്നു. 26-ാം തീയതി ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അവധിയായിരുന്നു ആ സമയത്തിൽ. അപ്പോൾ ഞാനിവിടെ നാട്ടിലേക്ക് അതിന് മുമ്പേ വരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു ദിവസം രാത്രി അപരിചിതമായിട്ട്, അതായത് എന്നോട് അത്രയും മെസ്സേജോ എന്നോട് അത്രയും അല്ലെങ്കിൽ വീട്ടിൽ വന്നിരിക്കാത്ത ആൾക്കാരും വീട്ടിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അല്ലേ, നമ്മൾ വീട്ടിൽ കൂടാറുണ്ട്, പക്ഷേ ഈ വരാത്ത ആൾക്കാർ കൂടെ വരുന്നു, വരാത്ത ആൾക്കാർ മെസ്സേജ് അയക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് മാനസാന്തരം ഉണ്ടായിട്ടായിരിക്കാം വന്നത് എന്ന് കരുതി. അത് 25-ാം തീയതിയോ 24-ാം തീയതിയോ അങ്ങനെ എന്തോ ആണ്, അതായത് എൻ്റെ ബർത്ത്ഡേ അല്ല, അതിന് മുമ്പുള്ളൊരു ദിവസമാണ് നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അവധിയല്ലേ, അവധിക്ക് എല്ലാവരും നാട്ടിൽ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ടൊരു പാർട്ടി നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു സംഭവം. അപ്പം അങ്ങനെ കൂടിയതായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന ആളുടെ വീട്ടിൽ പോകുന്നേ, എബിയും വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്രതീക്ഷിതമായിട്ടൊന്നും ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇങ്ങനെ രക്ഷപ്പെട്ടു, രാത്രി ഉറക്കം എഴുന്നേച്ച് ഇരിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് ഇനി മിഠായി വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. നമ്മൾ നാട്ടിൽ പോയാൽ അയ്യോ ഞാൻ കേരളത്തിലായിപ്പോയി, സോറി ഗൈസ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ചുരുക്കാം. അവിടെ മുട്ടായിരൊന്നും തീരൂല. ഹല്ലേലൂയ. അവിടെ ഡിന്നർ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അടുത്ത ദിവസം തന്നെ ഞാൻ ബസ്സിൽ കയറിയോണ്ട് അത് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വർഷം ഡിന്നർ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തിലാണ് ഇവരെല്ലാവരും കൂടെ ഒരു കേക്ക് കൊണ്ടുവന്നു. അവൻ കട്ട് ചെയ്തു. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയും അപ്രകാരം ഒരു അപ്രതീക്ഷ, എൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് പോലും ആഘോഷിക്കുന്നത്, അതിന് മുമ്പ് അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആഘോഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ നല്ല മെമ്മറീസ് നമുക്ക് ഓർമ്മിക്കാനുണ്ടല്ലേ. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയങ്ങളാണ് ചിലതൊക്കെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ഇനി ചിന്തിച്ച് അങ്ങനെ ഒരു നല്ല കാര്യം പ്രതീക്ഷിക്കാത്ത സ്ഥാനം നടക്കാത്തതായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. പക്ഷേ ചിലയിടത്ത് അപ്രകാരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ വരാറുണ്ട്. നമ്മൾ ടെൻസ്ഡ് ആകാറുണ്ട്, നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്, ചിലയിടത്ത് നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കുന്നില്ല, നമുക്ക് വേണ്ടി തക്ക സമയത്തിൽ ഒരു സർപ്രൈസ് പോലെയാണെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകാറുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ ഓരോ ഭാഗങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അമ്മൻ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. വളരെ വേഗത്തിൽ അമ്മൻ മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അമ്മൻ എടുക്കാം, വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 1-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും,
നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിനോടും ഒരു ദൈവികമായൊരു എൻകൗണ്ടർ സംഭവിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക. അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വേ വന്ന് പറയുകയാണ്, ദൈവം പറയുകയാണ്, നീ ഇറങ്ങിക്കോണം, നീ വീട് വിട്ടിറങ്ങ്, കൽദയയിലെ ഊരെന്ന് പറയുന്ന പട്ടണം വിട്ട് നീ ഇറങ്ങ്, എന്നിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. എവിടെയെന്ന് പറയുന്നില്ല, ഹല്ലേലൂയ, എങ്ങനെയെന്ന് പറയുന്നില്ല, ഒരു ഐഡിയയും കൊടുക്കുന്നില്ല. ദൈവാത്മാവ് ഇപ്രകാരം മാത്രം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇറങ്ങ്, നീ ഇറങ്ങി ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോ. അത് ഏത് ദേശമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നത്തെ കാലത്താണെങ്കിലും നമ്മളോട് കാനഡയിലോട്ട് പോകാൻ പറഞ്ഞാൽ നമുക്ക് കാനഡയിലുള്ള ടിക്കറ്റ് എടുക്കാം, വിസ കറക്റ്റ് ചെയ്യാം. നമ്മളോട് കാട്ടാക്കടയിലോട്ട് പോകാൻ പറഞ്ഞാൽ കാട്ടാക്കടയിൽ പോകുന്ന ബസ്സിനകത്തേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും. പക്ഷേ ഇത് കാട്ടാക്കട പോകണോ, കാനഡ പോകണോ, എവിടെ പോകണമെന്ന് ഒരു അറിവുമില്ല. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഹല്ലേലൂയ. വലത് പോകണമെന്ന് അറിയത്തില്ല, ഇടത് പോകണമെന്ന് അറിയത്തില്ല, നേരെ പോകണമെന്ന് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിറ്റിയിലുള്ള പ്രത്യേകിച്ച് വഴുതക്കാട് വല്ലതും ആണെങ്കിൽ അകപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അവിടെ ഏതൊക്കെ റോഡിൽ കൂടെ പോയാലും ഒരേ റോഡിൽ തന്നെ തിരിച്ചു വന്നിരിക്കാനുള്ള നല്ല ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിനോട് അങ്ങനെ ഒരു അവസ്ഥയാണ്. അബ്രഹാമിനോട് നീ ഇറങ്ങ്, ബാക്കി കാര്യം ഞാൻ ഏറ്റു, നീ ഇറങ്ങിയാൽ ഞാൻ പറയാം എങ്ങോട്ട് പോകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമുക്ക് ഒരു ക്ലാരിറ്റി കാണത്തില്ല. നീ എന്നത് ചെയ്, നീ എന്നിൽ വിശ്വസിക്ക്, നീ ഞാൻ പറയുന്ന അനുസരിക്ക്, നീ ഇത് ഏറ്റെടുക്ക്, നീ അത് ചെയ്യ, ഇത് ചെയ്യ, നീ ഒന്ന് കാത്തിരിക്ക്, ഈ ദൂതനെ ഏറ്റെടുക്ക്, ഈ വാഗ്ദത്തത്തെ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്ക്. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. എന്ത് നടക്കാൻ പോകുന്നു, എന്താണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. അവൻ നമ്മുടെ ചെവിയിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മമണ്ഡലത്തിൽ ചില ആലോചനകളെ അവൻ അയച്ചിട്ടുണ്ടെങ്കിൽ, ചിലത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലത് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടേതായിട്ടുള്ള സിറ്റുവേഷൻ നോക്കിയല്ല അവൻ പ്രവർത്തിക്കുന്നത്. അവിടെ ആര് പറഞ്ഞു, ആര് വിളിച്ചു, ആര് നമ്മളോട് ആവശ്യപ്പെട്ടു, അതാണ് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയം എന്നത്. അവൻ ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അവൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നൊരു ദൈവം അത്ര ഞാൻ ഈ പറയുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു ഇറങ്ങാൻ, അവൻ ഇറങ്ങി. ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അബ്രഹാം ഇറങ്ങി തിരിച്ചതൊരു മിസ്റ്റേക്കായി പോയെന്ന്? പലരും പറഞ്ഞു കാണാം, നിന്നെ പെറ്റു വളർത്തിയ നിന്നെ നാട് വിട്ട് നീ പോകുന്നോടാ, നിന്നെ ആമേൻ പെറ്റു വളർത്തിയ നിന്റെ അപ്പനെയും അമ്മയും ബന്ധുക്കളെ നീ വിട്ട് പോകുന്നോടാ, ഇത്രയും നീ സ്വാർത്ഥനാണോ? ഒരുപക്ഷെ അബ്രഹാമിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അബ്രഹാം ഇവിടെ ആക്ച്വലി ഒരു സാധാരണക്കാരൊന്നും അല്ല. പണ്ട് നമ്മുടെ ദേവദാസൻ തൻ്റെ ഒരു മെസ്സേജിൽ പ്രസംഗിച്ച ഒരു ഭാഗം ഞാൻ ഓർക്കുന്നു. വർഷങ്ങളായി, പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തെ അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനങ്ങൾ ഓർത്തിരിക്കാൻ കർത്താവ് ചെയ്ത് തന്ന കൃപകളെ ഓർത്ത്. അദ്ദേഹം ഇങ്ങനെയാണ് അബ്രഹാമിനെ പറ്റി തൻ്റെ വീട്ടിനകത്തുള്ള ആ ഊരെന്ന ദേശത്തിൽ അബ്രഹാം താമസിച്ചിരുന്നപ്പോൾ ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. അബ്രഹാം ഒരു ജനറൽ മാനേജറായിരുന്നു ഒരു വലിയൊരു കോർപ്പറേഷൻ്റെ. ഹല്ലേലൂയ. കാരണം അബ്രഹാമിൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കുകയായിരുന്നു. ആ ദേശത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ്. പല ദേശത്തിലേക്ക് എക്സ്പോർട്ടിംഗ് ആണ് ഇവരുടെ ജോലി. ഏതൊക്കെ രൂപത്തിലുള്ള ദൈവങ്ങൾ വേണോ, ഏതൊക്കെ രൂപങ്ങളിലുള്ള സംഭവങ്ങൾ വേണോ, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർ എക്സ്പേർട്ടായിരുന്നു. ദൈവത്തെ സൃഷ്ടിക്കാൻ എക്സ്പേർട്സ് ആയിരുന്നു അബ്രഹാമിൻ്റെ ഫാമിലി. അപ്പോൾ അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടൊന്ന് ഓർത്ത് നോക്കിയോണം. അപ്പം ഇവിടെയും അബ്രഹാമിൻ്റെ അപ്പൻ്റെ ജോലി ദൈവങ്ങൾ ഉണ്ടാക്കുക, ദൈവങ്ങളെ വെക്കുക, ഇതായിരുന്നു ജോലി. അപ്പോൾ ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് സത്യദൈവം അവനോട് പറയുക, എനിക്കറിയാം നീ ജനറൽ മാനേജറാണ്, വലിയ ഫ്യൂച്ചറുള്ള ബിസിനസ്സാണ്, എല്ലാം ഉണ്ട്, പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുക, നീ ദൈവത്തെ ഉണ്ടാക്കുന്ന ആ ദൈവങ്ങൾക്ക് ജീവനില്ല, അത് നിന്റെ സൃഷ്ടിപ്പാണ്. പക്ഷെ നിന്നെ സൃഷ്ടിച്ച് ഞാൻ നിന്നോട് പറയാം, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കൺഫ്യൂസ്ഡ് ആകരുത്. ഇന്ന് ഞാൻ പറയും, ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ സത്യദൈവമേ ഉള്ളൂ. അവൻ്റെ പേര് യാഭേ എന്നാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് പല നാമങ്ങളുണ്ട്. അതിലൊന്നാണ് നാം വിളിക്കുന്ന യേശു, യഹോവ, ഈരെ, റാഫ, ഇങ്ങനെ തുടങ്ങി പല പേരുകളുണ്ട്. ഇടയൻ, അപ്പൻ, അമ്മ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകൻ, ഇങ്ങനെ തുടങ്ങി ക്രിസ്തു, മശീഹ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ ദൈവത്തിൻ്റെ പേര് യാവേ എന്നാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഒരുപാട് ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ സകല സൃഷ്ടിപ്പിനെയും സ്രഷ്ടാവായ ഞാൻ നിന്നോട് പറയുക, ഒരു ദേശത്തേക്ക് ഞാൻ നിന്നെ കാണിക്കും, അവിടേക്ക് നീ ഇറങ്ങാതെ, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഹല്ലേലൂയ. അവൻ ഇറങ്ങുകയാണ്. വലിയ സ്കോപ്പുള്ള ബിസിനസ് വിട്ട്, വലിയ ജോലി അവൻ റിസൈൻ ചെയ്തു. ജനറൽ മാനേജർ പോസ്റ്റ് അവൻ റിസൈൻ ചെയ്തു. എനിക്കൊന്നും വേണ്ട, ദൈവത്തെ അവൻ അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ചിറങ്ങി. അവൻ്റെ സാലറി അവന് നഷ്ടപ്പെട്ടു. അവനെന്നെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ബിസിനസ്സിനകത്ത് നോക്കി നടത്താൻ മനസ്സില്ലാത്തൊരു മകന് ഇതാരെങ്കിലും എഴുതി കൊടുക്കും? ഇല്ല. അപ്പോൾ അവൻ്റെ ഇൻഹെറിറ്റൻസ് അവന് നഷ്ടപ്പെടുകയാണ്. അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, സാലറി നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. അവൻ സകലതും വിട്ടെറിഞ്ഞ് അവൻ യഥാർത്ഥ സത്യദൈവം അവനോട് സംസാരിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ ഇറങ്ങി തിരിച്ചു. ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അബ്രഹാം അന്നേ ദിവസത്തിൽ സകലതും വിട്ടെറിഞ്ഞ് വന്നപ്പോൾ മാനുഷികമായി ചിന്തിച്ചു, ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. പക്ഷേ അന്ന് അബ്രഹാം ചെയ്തത് ഇന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അതൊരു മണ്ടത്തരമല്ലായിരുന്നു. അതത്രേ അബ്രഹാം ചെയ്ത ഏറ്റവും വലിയ ഡിസിഷൻ, ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അത്. ഹല്ലേലൂയ, ആമേൻ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ പ്രസന്റിൽ നിന്ന് പല ഡിസിഷൻസും, ഇന്ന് നമ്മുടെ പ്രസന്റിൽ നിന്ന്, നമ്മുടെ വർത്തമാന കാലത്തിൽ നിന്ന് ദൈവം പറയുന്ന ചില ആലോചനകൾ, ദൈവം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദം, ഇതൊന്നും നമുക്ക് സെൻസ് ഉണ്ടാക്കുന്നില്ലായിരിക്കാം. ഇറ്റ് മേ നോട്ട് ബി മേക്കിംഗ് എനി സെൻസ്. ഒരർത്ഥവും ഉണ്ടാക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കണം, ഇന്ന് നാം മനസ്സിലായില്ലെങ്കിലും ആമേൻ, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രത്യാശ വെക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായില്ല, ഞാൻ ചുരുക്കി പറയാം. ആമേൻ. ഇന്ന് ദൈവം നമ്മെപ്പറ്റി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തെന്ന് നമുക്കറിയില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിനറിയാം. ആ ദൈവം അറിയുന്ന എന്താണെന്നുള്ളത് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളത്. ദൈവം നമ്മെപ്പറ്റി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതൊരിക്കലും തിന്മയ്ക്കല്ല. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ വർത്തമാന കാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു തിന്മയായി തോന്നിന്ന് വരാം, പക്ഷേ ദൈവം ഒന്നും തിന്മയ്ക്കല്ല, അവൻ സകലതും നന്മയ്ക്കത്രേ നിരൂപിക്കുന്നത്. മനസ്സിലാകുന്നവരെന്ന് കരമടിച്ച് ഇന്ന് രാത്രിയിലൊന്ന് ആ വചനത്തിൽ നിന്ന് സ്വീകരിച്ചെടുത്താണ്. വർത്തമാന കാലത്തിൽ ചില സ്റ്റേറ്റ്മെന്റ്സിന്റെ നടുവിൽ, ചില ചോദ്യങ്ങളുടെ നടുവിൽ, ചില തീരുമാനങ്ങളുടെ നടുവിൽ നമ്മൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാത്ത രീതിയിൽ ഒരു അമ്മാനമാടുന്ന പന്ത് പോലെ നമ്മൾ കറങ്ങുന്ന അവസ്ഥകളായിരിക്കാം. അപ്രകാരമുള്ള അവസ്ഥകളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇന്ന് ഈ വർത്തമാന കാലത്തിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അളവിൽ, കൺഫ്യൂഷൻ ആകുന്ന അളവുകളിലുള്ള അനുഭവങ്ങളായിരിക്കാം നാം അനുഭവിക്കുന്നത്. പക്ഷേ ദൈവമെങ്കിലും പറയുകയാണ്, ഇന്ന് നിനക്ക് ക്ലാരിറ്റി ഇല്ലായിരിക്കാം, നിനക്ക് വ്യക്തമായി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്ക് വ്യക്തതയുണ്ട് നിന്റെ ജീവിതത്തെ പറ്റി. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ പറ്റി എനിക്കൊരു വ്യക്തതയുണ്ട്. ആമേൻ. നീ എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി എനിക്കൊരു വ്യക്തതയുണ്ട്. നീ എന്നെ അനുസരിച്ചാൽ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് നിനക്ക് ഗ്യാരണ്ടി തരുവാനേ കഴിയും. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യന്റെ ഗ്യാരണ്ടികൾ ഒരുപക്ഷെ പലപ്പോഴും അത് നിയമങ്ങൾ മാറുമ്പോൾ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മാറുമ്പോൾ, എക്കണോമിക്കൽ സിറ്റുവേഷൻസ് മാറുമ്പോൾ, മലയാളത്തിലൂടെ പറഞ്ഞോട്ടെ, രാഷ്ട്രീയം, നിയമപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പലവിധമാകുന്ന കാലമാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും അതൊക്കെ വ്യർത്ഥമായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ 2-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ അവിടെ ഇപ്രകാരം 1-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനേ കഴിയും. സങ്കീർത്തനങ്ങൾ 2-1 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്
നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ചുരുക്കി പറയാം, സിമ്പിളായിട്ട് പറയാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: പലരും പലതും നിരൂപിക്കുന്നു, പലരും പലതും പ്ലാൻ ചെയ്യുന്നു, പലരും പലതും എന്താ ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. പക്ഷേ ദൈവം ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം സ്വർഗത്തിൽ നിന്ന് ചിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ദൈവമില്ലാത്ത നിരൂപണങ്ങൾ അത് വ്യർത്ഥമെന്ന വചനം വിളിച്ച് പറയുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്ലാൻസ്, പദ്ധതികൾ, ഇതിനെയൊക്കെ ബൈബിൾ വ്യക്തമായി സിംപ്ലിഫൈ ചെയ്ത് അതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അത് വ്യർത്ഥമാണ്, അത് പാഴാണ്, അത് ശൂന്യമാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ അതേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇന്ന് ദൈവത്തിൻ്റെ പ്ലാനിനെ, ഇന്ന് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ നിരൂപണങ്ങളെ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുവാനേ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, അത് ഒരു വ്യർത്ഥമാകത്തില്ല, അത് വ്യർത്ഥമാകത്തില്ല, അത് നമ്മുടെ ജീവിതത്തിൽ സത്യമായി പരിണമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ആമേൻ കൂടെയില്ലാത്ത, ദൈവം കൂടെയില്ലാത്ത മനുഷ്യൻ്റെ നിരൂപണങ്ങൾ പലപ്പോഴും വ്യർത്ഥമാകുമ്പോൾ ദൈവം കൂടെയുള്ള നിരൂപണങ്ങൾ അത് സത്യമായി മാറും. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് ആമേൻ ചിലരോട് സംസാരിക്കുകയാ. ആമേൻ, നീ എല്ലാം തീർന്നു പോയെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. നീ നിന്റെ ടൈമിംഗ് അനുസരിച്ച് നിന്റെ പ്ലാൻ വെച്ചാണ് നീ ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾ പലരും മനസ്സിലാക്കുന്നില്ല ഞാൻ നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന പ്ലാൻ. ദൈവം പറയുകയാണ്, നീ ഇപ്പോഴും ചിന്തിക്കുന്നത്, നീ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നീ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് നിന്റെ പ്ലാനിനൊത്ത വണ്ണമാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ പ്രകാരം ചിന്തിക്കാനോ കാത്തിരിക്കാനല്ല. അതിലുപരിയായി ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ പ്ലാനിനൊത്തവണ്ണം ചിന്തിക്കാൻ തുടങ്ങണം, എൻ്റെ പ്ലാനിനൊത്തവണ്ണം കാത്തിരിക്കാനായി തുടങ്ങണം, എൻ്റെ പ്ലാനിനൊത്തവണ്ണം സകലതും കാൽക്കുലേറ്റ് ചെയ്യാൻ നിനക്ക് തുടങ്ങുവാനായി മനസ്സുണ്ടോ എങ്കിൽ നീ മനസ്സിലാക്കുക, ആമേൻ, ദൈവ ക്രൂരനല്ല, ദൈവം വിശ്വസ്തനും കരുണാസമ്പന്നനുമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അവൻ മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവനോട് പറയുകയാണ്, നീ ഇറങ്ങെന്ന് പറഞ്ഞിട്ട് പറയുക, നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു രാജ്യമായി മാറും, നീ ഒരു ജാതിയായി മാറും, നീ അതാവും ഇതാവും. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു പോലും ഇല്ല. ഹല്ലേലൂയ. അബ്രഹാമിനോടാണ് പറയുന്നത്, നീ ജാതിയാവാൻ പോവാന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങി, നീ ജാതിയാക്കി തരാമെന്ന്. സ്തോത്രം. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ബ്ലണ്ടർ ഈ ലോകത്തില്ല. കാരണം സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനായി ശേഷിയില്ലാതെ മച്ചയായിരുന്ന ഈ കുടുംബത്തോട് ദൈവം പറയുകയാണ്, നീ ഒരു ജാതിയാകുമ്പോൾ. അതെന്തൊരു ജാതി? ഏറിയ 70 അല്ലെങ്കിൽ 80 ഞങ്ങളിതാ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞങ്ങളൊരു ജാതിയാകും. ഇതുപോലത്തെ ഒരു കോമഡി ഇല്ല. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ ആത്മാവിൻ്റെതായിട്ടുള്ള ആലോചനയിൽ മാറ്റമൊന്നും വന്നില്ല. കാലം മാറിയെന്ന് പറഞ്ഞോ, മനുഷ്യൻ്റെ ചിന്തകൾ മാറിയെന്ന് പറഞ്ഞോ, മനുഷ്യൻ്റെ ചിന്തകളിൽ അവൻ അംഗീകരിക്കുവാനേ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞോ, ദൈവത്തിൻ്റെ ആലോചനയിൽ മാറ്റം വന്നില്ല. കാരണം ദൈവത്തിൻ്റെ 3 വിശേഷതകളെ നാം പരിശോധിക്കുമ്പോൾ അവിടെ ആമൻ ചിലതൊക്കെ നമുക്ക് കാണുവാനേ കഴിയും. ഒന്ന്, ആമൻ ദൈവം മാറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ. ആമേൻ. ആര് മാറിയാലും, ലോകം മാറിയാലും, ഭൂമി മാറിയാലും, ആഘോഷം മാറിയാലും, മനുഷ്യൻ മാറിയാലും, തീരുമാനങ്ങൾ മാറിയാലും, നമ്മുടെ ചിന്താഗതികൾ മാറിയാലും, നമ്മുടെ സംസ്കാരം മാറിയാലും, നമ്മുടെ ജീവിത ശൈലികൾ മാറിയാലും മാറ്റമില്ലാത്ത ഒരേ ഒരുവൻ, അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ വിശുദ്ധനും അവൻ സകലത്തിൽ നിന്നും വേർപെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മൂന്നാമതായി നാം നോക്കുമ്പോൾ അവൻ, ഇതാണ് വളരെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവം. ദൈവത്തെ ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനേ കഴിയത്തില്ല. ഹി ഈസ് ഇൻകോംപ്രഹെൻസിബിൾ. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ വിചാരിക്കും, ഞാനിപ്പോൾ ദൈവത്തെ കണ്ടുപിടിക്കാൻ പോവാം, ഞാൻ ദൈവത്തെ ഇപ്പോൾ മനസ്സിലാക്കാൻ പോവാം, ദൈവം ഇങ്ങനെയാണ്, ഞാൻ പറയുന്ന പോലെ 1 + 1 = 2 എന്ന് പറയുന്ന പോലെ ദൈവം ഇന്നതാണ് എന്നൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ദൈവം എന്നൊക്കെ മനുഷ്യൻ പലതും കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ദൈവം നമ്മുടെ ഒരു പരീക്ഷണ വസ്തുവല്ല. ഹല്ലേലൂയ. ദൈവത്തെ പഠിക്കാനുള്ള ബുദ്ധിയോ അറിവോ ഐക്യമോ കപ്പാസിറ്റിയോ ഒരു മെഷർമെൻറ്റോ മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, അത് ബുദ്ധിമുട്ടാണ്.
അതായത് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പൂർണ്ണമായി ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത് നമ്മുടെ വഴികളെക്കാളും ആമേൻ ഉയരത്തിലുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വഴികൾ പോലെയല്ല, ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താണ്? ഇന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളൊരു വഴിയെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മുടെ അറിവ് വെച്ച് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയില്ല, നിന്റെ വഴികൾ പോലെയല്ല എൻ്റെ വഴി. എൻ്റെ വഴി അത് വ്യത്യസ്തമാണ്. എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് അവൻ ലോകത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്ക് പോലെയുള്ള വഴികളായിരിക്കത്തില്ല. അതിലും അത്ഭുതകരമായൊരു വഴിയായിരിക്കും എൻ്റെ വഴി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന വഴി, പക്ഷെ നമ്മൾ നോക്കിയിട്ട് വഴിയേ ഇല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതാ. അബ്രഹാമിനോട് പറയും, നീ ഒരു ജാതിയാകാൻ പോവാ, നീ ഒരു രാജ്യമാകാൻ പോവാ, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, നിന്റെ മക്കൾ അവൻ സമുദ്രത്തിലെ അവൻ തരികളെ പോലെയൊക്കെ ഭയങ്കര സംഭവമാകാൻ പോവാ. സ്തോത്രം. പക്ഷേ അബ്രഹാം ഇരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ചിന്തിച്ചൊന്നും കാണൂല. കാരണം അവൻ വിശ്വാസികളുടെ പിതാവായിരുന്നു, അവൻ വിശ്വാസത്തിൽ ജീവിച്ചവനായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മളായിരുന്നു അബ്രഹാമിൻ്റെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ആദ്യമൊക്കെ സ്തോത്രം കർത്താവേ, ഐ റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോകും. ആശീർവാദം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് 2 IVF കഴിഞ്ഞു. 2ഉം ഫെയില്. ഒരെണ്ണം 5 മാസമായപ്പോൾ പോയി, മറ്റേത് 6 മാസത്തിൽ പോയി. എന്നിട്ടാണ് ഇന്നും പറയുന്നത്, നിന്റെ മക്കള് സമുദ്രത്തിലെ മണൽത്തരികളെ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും നീ വലിയ ജാതിയാകുമ്പോൾ എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്നും ഒരു വഴിയും കാണാൻ സാധ്യതയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ സർപ്രൈസസിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെതായിട്ടുള്ള ആസൂത്രണങ്ങൾക്കും അപ്പുറം, മനുഷ്യൻ്റെതായിട്ടുള്ള ആസൂത്രണ പട്ടികകൾക്കും അപ്പുറം അതിൻ്റെ പുറത്തു നിന്ന് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആസൂത്രണങ്ങൾ പറയും, IVF ചെയ്തു, കിട്ടിയില്ല, ആമേൻ, പല പ്രാവശ്യം പ്രഗ്നൻ്റായി, എല്ലാ അബോർഷനായി പോയി, അത് സാധ്യമല്ല, അത് അസാധ്യമാണ്. ആമേൻ, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയി, അറ്റൻഡ് ചെയ്തു, അവിടെ ഒന്നും കിട്ടിയില്ല, റിജക്റ്റായി. ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പല പ്രാവശ്യം ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് ഒന്നും പാസ്സായില്ല, അതിന് കിട്ടുന്ന പരിപാടിയില്ല, ഇനി നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഈ ബിസിനസ്സിന് മൂവ് ആകത്തില്ല, ഇത് ക്ലോസ് ചെയ്താലേ മതിയാകത്തുള്ളൂ, അതത്രയേ ഉള്ളൂ എന്നൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നാം ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇല്ല. അബ്രഹാം എന്നൊരു 100 വയസ്സ് ആയ ഒരു അപ്പച്ചന്, ഹല്ലേലൂയ, 100 വയസ്സായ ഒരു അപ്പൂപ്പൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിനൊരു കുഞ്ഞിനെ കൊടുക്കുവാനേ കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ വഴികൾ പോലെയല്ല അവൻ്റെ വഴി. ഇന്ന് നമ്മുടേതായിട്ടുള്ള രീതികളൊന്നും വഴിയെ കാണുന്നില്ല, പക്ഷേ ദൈവം അതിനേക്കാളും വലിയ വഴികൾ നമുക്കായി കാണുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്. കരമടിച്ച് ഒന്ന് ഏറ്റെടുക്കാവോ? കരമടിച്ച് ഒന്ന് ഏറ്റെടുത്താടെ വചനത്തെ ഒന്ന് ഏറ്റെടുക്കാവോ? ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, നമുക്ക് ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. കാരണം ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ അങ്ങനെയാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സാറ് ചിരിച്ചു എന്ന് വചനം പറയുന്നത്. കാരണം ഒരിക്കൽ ഇങ്ങനെ ഇത്രയും വാഗ്ദത്തങ്ങൾ തന്നു, എന്നാലും അവർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഒരിക്കൽ 3 പുരുഷന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ അവരുടെ വീട്ടിൽ കടന്നുപോയി. വീട്ടിൽ കടന്നുപോയിട്ട് അവരും ഇതേ സംഭവം തന്നെ പറയുക, ഞങ്ങൾ അടുത്ത് വരുമ്പോൾ നിനക്കൊരു കുഞ്ഞ്. അപ്പോഴെത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? അബ്രഹാമിന് 70 വയസ്സ്. സ്തോത്രം. ഹല്ലേലൂയ. 70 വയസ്സിലെ ചെറുകുട്ടിയെ കാണാനുള്ള സമയം. ശാസ്ത്രീയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇവരുടേതായിട്ടുള്ള ശരീരത്തിന് പിന്നെ ഒരു ജന്മം നൽകാനായിട്ട് കഴിയത്തില്ല. അത്രയും ബലഹീനമായി, അതിനുള്ള എബിലിറ്റി നഷ്ടപ്പെടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സാറാ അമ്മച്ചിയും ചിരിച്ചു. ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നതാണ്, പക്ഷേ വയസ്സ് 60 കഴിഞ്ഞു സാറേ എന്ന് പറയുന്ന രീതിയിൽ അവൾ ചിരിച്ചു. ഹല്ലേലൂയ. ഞാൻ പിന്നെ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി എൻ്റെ അപ്പച്ചനും കൂടെ ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് ഡൈ ഒക്കെ അടിക്കുക. അതാണ് 70 വയസ്സായത് നിങ്ങൾ അറിയാത്തത്. ആൾ 20 ഒന്നും അല്ല, 70 ഹല്ലേലൂയ. ഇതാണ് സാറാമ്മച്ചി ചിരിക്കാനുള്ള കാര്യം. പക്ഷേ ദൈവത്തിനൊരു നാളും മാറ്റമില്ല എന്ന് വെറുതെയല്ല. അവൻ ഈ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എന്താണ് അവനോട് പറഞ്ഞത്? അതേ കാര്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവനോട് പറയാ, ഇല്ല, നീ ഒരു മകനെ പ്രസവിക്കും, നിനക്കൊരു വാഗ്ദത്ത സന്തതിയുണ്ട്. യെസ്, അവനൊരു ജാതിയായി മാറും. ഹല്ലേലൂയ. നീ ഒരു ജാതിയുടെ പിതാവായി മാറാൻ പോവാ, നീ ഒരു രാജ്യം നിന്നിൽ നിന്ന് ഉളവാകാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രായം മാറിയെന്ന് വരാം,
സ്ഥിതിഗതികൾ മാറി എന്ന് വരാം. ആമേൻ. സാഹചര്യങ്ങളും സാധ്യതകളും വളരെ ചുരുങ്ങി വന്നെന്ന് വരാം. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രായം കൂടുന്നവരും പോസിബിലിറ്റീസ് കുറഞ്ഞു വരിക അല്ലേ, സാധ്യതകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ എങ്കിലും ദൈവം പറയില്ല, എത്ര അസ്തമിപ്പിച്ചാലും ഒരു ഉദയം കൊണ്ടുവരാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. ഹല്ലേലൂയ. കാരണം ഒരു ദിവസത്തേക്ക് അവനൊരു ഭക്തന് വേണ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചു നിർത്തിയൊരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സൂര്യനെ അസ്തമിക്കാനും സമ്മതിച്ചില്ല, ഉദിക്കാനും സമ്മതിച്ചു വെച്ചില്ല. ഹല്ലേലൂയ. അതാണ് എൻ്റെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ഉദരഫലത്തിനകത്ത് ഉദരം ഇനി ആമൻ ഇനി ഒരു ഫലം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായി ഏജ് എത്ര കൂടിയാൽ ആമൻ ആ ഉദരത്തെ പുതുക്കുവാൻ ഞാൻ ശക്തനാണെന്നാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നിൻ്റെതായിട്ടുള്ള സാധ്യതകൾ അവൻ വളരെ ചുരുങ്ങി സമയം മാറുന്നതിന് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുക, ഇല്ല, ഞാൻ ഒരു കാര്യം നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിലത് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കാം. ഇനി അതിനെപ്പറ്റി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, അതിനെ അങ്ങ് വിട്ടേച്ച് കളയാ എന്നൊക്കെ ഒരു പക്ഷെ നിനക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ദൈവം പറയില്ല, നിനക്ക് എന്ത് തോന്നിയില്ല അതെനിക്കൊരു കാര്യമല്ല, ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവൻ മനുഷ്യൻ്റെതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മനുഷ്യൻ്റെതായിട്ടുള്ള നിരൂപണങ്ങളിൽ, മനുഷ്യൻ്റെതായിട്ടുള്ള അറിവുകളിൽ, മനുഷ്യൻ്റെതായിട്ടുള്ള ജ്ഞാനത്തിൽ ഊന്നുന്നത് നമുക്കൊന്ന് മതിയാക്കി ഒന്ന് ദൈവത്തിലൊന്ന് ഊന്നുവാനായിട്ട് എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കുവാനേ കഴിയും? ഹല്ലേലൂയ. അവൻ നമ്മുടേതായിട്ടുള്ള ചിന്തകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതിൽ അപ്പുറമായി എന്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവൻ ദൈവത്തിലൊന്ന് പൂർണ്ണമായി ഒന്ന് ആശ്രയിക്കുവാൻ, പൂർണ്ണമായി ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ, പൂർണ്ണമായി ഒന്ന് ദൈവത്തെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് എന്തുകൊണ്ട് മനസ്സ് കാണിച്ചുകൂടാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് യേശു കർത്താവ് കടന്നു പോകാനിടയായിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനേ കഴിയും. മർക്കോസ് 5:36 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഭവം വേറൊന്നുമല്ല. ഒരു പള്ളിപ്രമാണി ഉണ്ടായിരുന്നു, അവൻ്റെ പേര് യായിറോസ്. പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വർക്കറാണ്. എല്ലാ ദൈവിക കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നൊരു കുടുംബം, ദൈവവുമായി നല്ല ബന്ധമുള്ള കുടുംബം. പ്രാർത്ഥിക്കും, ദശാംശം കൊടുക്കും, സ്തോത്ര കാഴ്ചകൾ നൽകും, ഓഹരി നൽകും, ഉപവസിക്കും, ദൈവത്തെ ബഹുമാനിക്കും, ദൈവത്തെ ആദരിക്കും, പാപം വിട്ടടങ്ങുന്ന നീതി ജീവിതം ജീവിക്കാൻ മാക്സിമം ശ്രമിക്കുന്നൊരു വ്യക്തി. അത്രത്തോളം ദൈവവുമായി നല്ലൊരു ബന്ധത്തിൽ പോകുന്നൊരു വ്യക്തിയും കുടുംബം. ആ വ്യക്തിയുടെ കുടുംബത്തിലും ഒരു നഷ്ടം വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയുടെ വീട്ടിലും സ്വന്തം പിഞ്ചോമന ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ ബാല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ഒരു പെൺകുട്ടി, വലിയ പ്രായമില്ല, കൂടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ഈ യായിറോസ് ആണെങ്കിലും ആക്ച്വലി ദൂരം, വളരെ വിദൂരത്തിൽ യാത്ര ചെയ്തതും, വലിയ പ്രായമുള്ള ആളാണെങ്കിൽ ഇത്രയൊന്നും യാത്ര ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ഒന്നും വേണ്ട, ബാല എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിനർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതൊരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. അപ്പം ആ പെൺകുട്ടി മരിച്ചു, പ്രായമാകുന്നതിന് മുമ്പേ മരിച്ചു. അപ്പം മരിക്കുന്നതിന് മുമ്പേ കൊച്ചു മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെ വീട്ടില? പാപിയായ ഒരു വ്യക്തിയുടെ വീട്ടിലാണോ? അല്ല, ഒരു പള്ളിപ്രമാണിയുടെ വീട്ടിൽ. 22-ാം വാക്യം: പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ, അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നതയിൽ, കാഷ്വാലിറ്റിയിൽ, എമർജൻസി വിഭാഗത്തിൽ ഇരിക്കുന്നു. അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി വലിയൊരു പുരുഷാരം പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. സംഭവം ഇവിടെ സീനൊക്കെ മാറുകയാണ്. ആക്ച്വലി അതിലോട്ടൊന്നും പോകാൻ സമയമില്ലെങ്കിലും വളരെ വേഗത്തിൽ പറയാം. ഇവിടെ കുഞ്ഞുമകൾ മരിക്കാൻ കിടന്നപ്പോൾ അപ്പൻ ഓടി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വീട്ടിൽ വരണം, ഒന്ന് കൈവച്ചാൽ മതി, എനിക്കറിയാം അവിടെ അസുഖം മാറും, അവൾ ജീവിക്കും. യേശുവെ അങ്ങോട്ട് ഒരൊറ്റ സ്പർശനം മതി. വന്ന് വിളിച്ചുകൊണ്ട് അവൻ യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, പോപ്പുലറായിട്ടുള്ള ആര് പോയാലും എന്ത് ചെയ്യും? ആൾക്കാർ കൂടും. ഒന്നും വേണ്ട, അത്ഭുതം പ്രവർത്തിക്കുന്നവരെവിടെയുണ്ടോ അവിടെ ആൾക്കാർ കൂടും. ഹല്ലേലൂയ. യേശു എവിടെയുണ്ടോ അവിടെ ആൾക്കാർ കൂടും. എവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും അവിടെ ആൾക്കാർ കൂടും. അല്ലാതെ ചുമ്മയൊന്നും അല്ല ആൾക്കാർ കൂടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവില് ഒരു അത്ഭുതമുണ്ട്, വിടുതലുകളുണ്ട്, സൗഖ്യമുണ്ട്, അവൻ രക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ അവിടെ തിക്കിത്തിരക്കിയതിൻ്റെ നടുവിലാണ് അവൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വലിയൊരു സംഭവം നടക്കുന്നത്. എന്താണ്?
12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാനിടയായിത്തീർന്നു. അപ്പോൾ കർത്താവ് പറയും, എങ്കിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. 30-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുവാനേ കഴിയും. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അത് ആരാണെന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ അവൾ ഭയപ്പെട്ടിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു, അത് ഞാനാണ് തൊട്ടത് എന്ന് പറയുന്നു. അടുത്ത് കർത്താവ് പറയാം, നീ ശുദ്ധയായി, ആമേൻ, നിനക്കിനി രോഗമൊന്നുമില്ല, എല്ലാം പറയുന്നു. അവിടെ രക്തസ്രാവം എല്ലാം തീർന്നു പോകുന്നു. ഈ അമ്മച്ചിയെ പറ്റി സത്യം പറഞ്ഞാൽ ഇതൊരു അമ്മച്ചിയാണ്. ഹല്ലേലൂയ. ഈ രക്തസ്രാവം ബാധിച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ എങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും നമ്മളെല്ലാവരും അപ്പൂപ്പനും അമ്മച്ചിയാക്കി കളഞ്ഞല്ലേ എന്ന്. ഇല്ല, നമ്മളും അപ്പൂപ്പനായിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് കൂടുതലായിരിക്കാം, ഒരു 40-50 വയസ്സ് ആ റേഞ്ചിലുള്ള ഒരു സിസ്റ്ററാണിത്. ഹല്ലേലൂയ. അമ്മച്ചി എന്ന് പറഞ്ഞ സിസ്റ്റർ ആകുമ്പോൾ കുറച്ചൊരിതുണ്ടല്ലേ. അപ്പോൾ സിസ്റ്ററാണ് ഇവിടെ യേശുവിനെ വന്ന് തൊടുന്നത്. പക്ഷേ അങ്ങേ തലയിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞുമകൾ മരിക്കാറായി കിടക്കുകയാണ്. യേശുവിൻ്റെ ടൈമിംഗ് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളാണെങ്കിൽ ഈ അമ്മച്ചിയെ രക്ഷിക്കാൻ നിൽക്കും, കുഞ്ഞുമോളെ രക്ഷിക്കാൻ പോകും. കുഴിയിലോട്ട് കാലം നീട്ടി ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പ്രായം 40-50 ആണെങ്കിൽ മാത്രവും അവിടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ 100 വയസ്സുള്ളൊരു അമ്മച്ചി. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം വിടും അല്ലേ? ഹല്ലേലൂയ. അല്ലേ? അങ്ങനെയുള്ളൊരു സ്ത്രീയെ രക്ഷിക്കാൻ നിങ്ങൾ നിൽക്കുമോ? അതോ ജീവിതത്തിൽ ഒന്നും ആകാത്ത, ലോകം കാണാത്ത ഒരു കുഞ്ഞുമോളെ രക്ഷിക്കാൻ നിങ്ങൾ പോവുക? ആരെ രക്ഷിക്കും? ചിലരൊക്കെ പറയണം, നമുക്ക് ആരെങ്കിലും രക്ഷിക്കുവാൻ സമയമുണ്ടെങ്കിലല്ലേ, എനിക്ക് എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ സമയമില്ല, പിന്നെയാണ് ബാക്കിയുള്ളവർ. ഹല്ലേലൂയ. അല്ലേ? നിങ്ങളെ കാര്യം വിടൂ, ഇതിലാരെ രക്ഷപ്പെടുത്തും? കുഞ്ഞുമോളെ രക്ഷപ്പെടുത്താൻ പോവോ? ഈ അമ്മച്ചിയെ രക്ഷപ്പെടുത്താൻ പോവോ? ഈ സിസ്റ്ററിനെ? കുഞ്ഞുമോളെ അല്ലേ? മനുഷ്യപ്പെട്ടുള്ള ആരും ഈ കുഞ്ഞിനെ രക്ഷിക്കാനേ പോകത്തുള്ളൂ. ഏത് ന്യൂസ് ചാനൽ എടുത്താലും നമുക്ക് കാണുവാനേ കഴിയും, അവിടെ എല്ലാം ഹൈലൈറ്റ് ചെയ്യും ആൾക്കാരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ വേണ്ടി. ഇത്ര കുഞ്ഞുങ്ങൾ മരിച്ചു, ഇത്ര കുഞ്ഞുങ്ങൾ അപകടപ്പെട്ടു, ഇത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ രോഗിയായി, അല്ലെങ്കിൽ ഇതായി എന്നൊക്കെ എല്ലാ ന്യൂസിലും എന്താണ് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി മനുഷ്യരുടേതായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു വിഷയം, കുട്ടികൾ. അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നു അല്ലേ? ഞാൻ തെറ്റല്ല പറയുന്നത്, അതൊരു സീക്രറ്റാണ് മീഡിയയുടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളായാലും ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമൊക്കെ, ഞാനുൾപ്പെടെയുള്ള വ്യക്തി, നമ്മൾക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കൊച്ചു താളവും രാഗവും ഇല്ലാതെ പാടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് കാണും, കേൾക്കും അല്ലേ? സ്തോത്രം. കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക, മനുഷ്യരുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ഇവിടെ ആ കുഞ്ഞിൻ്റെ ജീവന് വില കൽപ്പിക്കുന്നതിലുപരിയായി യേശു വില കൽപ്പിച്ചത് ആർക്കായിരുന്നു? ആ രക്തസ്രാവം ബാധിച്ച ആ മധ്യവയസ്കയായ ആ സ്ത്രീക്കായിരുന്നു. യേശു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ മാറി നിൽക്കും, ഞാൻ ബിസിയാണ്. ശിഷ്യന്മാരെ വേണമെങ്കിൽ പറയായിരുന്നു, എനിക്ക് നല്ല ബിസിയാണ്, എനിക്ക് പെട്ടെന്ന് ആ കൊച്ചിൻ്റെ അടുക്കൽ വരണം, അതുകൊണ്ട് നിങ്ങൾ ബോഡി ബ്ലാക്ക് കാറ്റ്സ് ആയിട്ട് 2 സൈഡിൽ നിന്ന് ഇവരെയൊക്കെ മാറ്റി എനിക്ക് വഴി ഉണ്ടാക്കണം എന്ന് വേണമെങ്കിൽ ശിഷ്യന്മാരെ ഇറക്കി വിടാതെ അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. എനിക്കറിയാം. കാരണം ഒരിക്കലും യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ചെവി വരെ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് കാല് വേണമെങ്കിലും വെട്ടി മാറ്റാൻ ഇവർ റെഡിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അത് കർത്താവ് പറയാതെ. അപ്പം കർത്താവ് ഒരു പെർമിഷനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. വലിയ പട്ടാള ഭരണമൊക്കെ നടത്താൻ നല്ല ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ് ആര്? ഈ ശിഷ്യന്മാർ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് യേശുവിന് വേണമെങ്കിൽ വഴിയൊക്കെ ഉണ്ടാക്കി കാഷ്വാലിറ്റി കിടക്കുന്ന ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകായിരുന്നു. പക്ഷേ യേശു അതൊന്നും ചെയ്തില്ല. യേശു എന്ത് ചെയ്തു? അവിടെ നിന്ന് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട ആരാണ് എല്ലാം ചെയ്ത് ഇങ്ങനെ സാമട്ടിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ സാമട്ടിൽ, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും യായിറോസ് എന്ന അപ്പൻ്റെ ഹൃദയം ഇടിക്കുക. അങ്ങേത്തലയിൽ എൻ്റെ ആ മകള് മരിക്കാറായി കിടക്കുകയാണ്. ഡോക്ടറെപ്പോൾ വരും എന്നുള്ള ഒരു മനോഭാവത്തിൽ യേശു എപ്പോൾ വരും, യേശു എപ്പോൾ നീങ്ങും, യേശു നീങ്ങുന്നില്ലല്ലോ, യേശു അവിടെ തന്നെ നിൽക്കുകയാണല്ലോ, ഭയങ്കര തിരക്കാണല്ലോ, ട്രാഫിക് ആണല്ലോ. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നെഞ്ചെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കാം. നമ്മൾ വിലയേറിയത്, വിലപ്പെട്ടത്, ഇപ്പോഴെനിക്ക് നിന്നൊരു വിടുതൽ വേണം, ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചതിൻ്റെ കാര്യമുള്ളൂ. ഒരാൾ കമൻ്റ് ഇട്ടുന്നത് കണ്ടു, ഉത്സവം കഴിഞ്ഞു, ചെണ്ടയടി കഴിഞ്ഞു, എന്തൊക്കെയൊക്കെയോ ഭാഷ എഴുതി, കച്ചേരിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ആന വന്നിട്ട് എന്താണ് കാര്യം? സ്തോത്രം. മനസ്സിലായോ? ഉത്സവം കഴിഞ്ഞു, കച്ചേരി കഴിഞ്ഞു, എല്ലാം എഴുന്നള്ളപ്പോ എല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ആന വന്നത്. എന്താ കാര്യം? ഒരു കാര്യം. ഇതുപോലെ പലരും പറഞ്ഞു,
ഇവിടെ ആ കൊച്ചു മരിക്കാതെ കിടക്കുക. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ? എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു ഉപയോഗമില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണുവാനേ കഴിയും. 35 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാമോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നു. ന്യൂസ് വന്നു. എന്തായിരുന്നു ന്യൂസ്? അവൾ രക്ഷപ്പെട്ടു, ഇവ സുഖമായിട്ടിരിക്കുകയാണ്, മരുന്ന് വലിച്ചു എന്നല്ല അവിടെ വന്ന റെസ്പോൺസ്. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിന്റെ മകൾ മരിച്ചുപോയി. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ICU കിടക്കുക, വെന്റിലേറ്ററിൽ കിടക്കുക, അത്യാസന്ന വിഭാഗത്തിൽ. പക്ഷെ യേശു എന്ത് ചെയ്തില്ല? പെട്ടെന്ന് പോകാമായിരുന്നു. പക്ഷെ എങ്കിലും കർത്താവ് തൻ്റെ വഴിയൊരുക്കുകയുണ്ട്. ആ രോഗികളെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ രക്തസ്രാവം ബാധിച്ച അവളെയും സൗഖ്യമാക്കി, അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടേ കർത്താവ് പോകത്തുള്ളൂ എന്ന മട്ടിൽ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പം ന്യൂസ് വന്നു, ഉത്സവം കഴിഞ്ഞു, ഇനി ആന വന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ചെണ്ടയടി കഴിഞ്ഞു, ഇനി ചെണ്ട വന്നിട്ട് കാര്യമില്ല. സദ്യ വിളമ്പിക്കഴിഞ്ഞു, ഇല മടക്കി, ഇനി പായസം വന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ പറഞ്ഞു. ഇനി യേശുവിനെ അവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്? ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. സംഭവം പറഞ്ഞില്ല, ഇനി അസഹ്യപ്പെടുത്തണ്ട, ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട, ഇനി ഗുരുവിനെ ഇട്ട് ഫോഴ്സ് ചെയ്യണ്ട, കാര്യം തീർന്നു. ഇനി അടക്ക ശുശ്രൂഷിക്ക. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ യേശുവിനെ അടക്ക ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ കാര്യം നടക്കില്ല. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മഹാപുരോഹിതൻ അടക്ക ശുശ്രൂഷ നടത്തിയാലേ പറ്റത്തുള്ളൂ. അന്ന് അതൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് അവരവർ തന്നെയാണ് അടക്ക ശുശ്രൂഷ. കാരണം പുരോഹിതന്മാരും തൊടുവില്ല. സ്തോത്രം. ഹല്ലേലൂയ എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ തിരുത്തുക. സോറി. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ ക്ലാസ്സിലും കോളേജിലൊന്നും പോയിട്ടില്ല, ദൈവം പഠിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പക്ഷേ യേശു എന്ത് പറഞ്ഞു? എല്ലാം അടക്കി കഴിഞ്ഞ് കാണാം, കച്ചേരി ഉത്സവം കഴിഞ്ഞ് കാണാം, എല്ലാം തീർന്നു എന്ന് മനുഷ്യൻ പറഞ്ഞു കാണാം. പക്ഷെ യേശു പറയാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ആർക്കും ഇഷ്ടപ്പെടത്തില്ല, പണി നോക്കി പോകാൻ പറയും. ഇങ്ങനൊരു ദൈവം നമുക്ക് വേണ്ടാന്ന് പറയും. ഇങ്ങനൊരു സൈക്കോ ദൈവം, ഇതൊക്കെയാണ് ഇന്നത്തെ ഭാഷകൾ കേട്ടോ. ഇങ്ങനൊരു സൈക്കോ ദൈവം ഞങ്ങൾക്ക് വേണ്ട. പല പല ഭാഷകൾ, എല്ലാ ഭാഷയൊന്നും പറയാൻ പറ്റൂല നമുക്ക്. സ്തോത്രം. ആദ്യമൊക്കെ വായിക്കുമ്പോൾ വേദന തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചിരി മാത്രമാണ്. കാരണം നമുക്കറിയാം ഇതൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. കാണുന്ന ഒരുവനുണ്ട്, നമുക്ക് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാം. പക്ഷേ 2-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചറിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്വർഗത്തിലിരുന്ന് അവൻ ദൈവമക്കൾക്കെതിരായി ചെയ്യുന്നവരുടെ നോക്കി കർത്താവ് ചെയ്യുന്ന ഒന്നുണ്ട്, അവൻ പരിഹസിക്കുന്നു, അവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ചിരിയല്ലാതെ പറഞ്ഞ് നമുക്കും ചെയ്യാൻ പറ്റൂല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പലതൊക്കെയാണ് പറയുന്നത്. ഇവിടെ അതുപോലെയൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കാം. വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ ഇത് ആർക്കും ഇഷ്ടപ്പെടില്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റൂല. പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. അല്ലാതെ ചുമ്മാ ഒരു കഥ കേൾക്കുന്ന പോലെയല്ല. ആ സിറ്റുവേഷനിലൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയേ. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതായത് കൊച്ചു മരിച്ചപ്പോൾ പറയാണ്, ഭയപ്പെടേണ്ടെന്നേ, വിശ്വസിക്കാൻ മാത്രം ചെയ്യാം. ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാന്ന് പറയുന്നില്ല, ഞാൻ അവളെ സൗഖ്യമാക്കാന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇത്ര മാത്രം പറയുന്നു, ഒരൊറ്റ സെന്റൻസ്: വിശ്വസിക്കാം. വിശ്വാസ പ്രമാണവും മാനസാന്തരവും സ്നാനവും പറയാനുള്ള സമയമല്ല ഇത്. ഹല്ലേലൂയ. കൊച്ചു മരിച്ചു കിടക്കുക, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ കർത്താവ് പറയും, നീ വിശ്വസിക്കുക, വിശ്വാസം പഠിപ്പിക്കുക ദൈവം ആ സമയത്ത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉൾക്കൊള്ളുവാനേ കഴിയാത്ത മേഖലകളിലൂടെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. ദൈവം പറയാം, ഇത് നീ വിശ്വാസം പഠിക്കേണ്ട സമയം, നീ വിശ്വസിക്കേണ്ട സമയം, നീ വിശ്വാസം പഠിക്കുക. നിന്റെ ഈ വിശ്വാസം പോരാ, ഇനിയും വിശ്വസിക്കണം, ഇനിയും ഉറപ്പുള്ള വിശ്വാസം വേണം, ഇനി ആഴമേറിയ വിശ്വാസം വേണം. ഇഷ്ടപ്പെടത്തില്ല നമുക്ക്, പക്ഷേ ദൈവാത്മാവ് പറയാ, വിശ്വാസം പഠിക്കാനുള്ള സമയം ഇത്. എത്ര പേരെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അപ്രകാരം പറഞ്ഞപ്പോൾ അവൻ എന്താ സംഭവിച്ചത്? 38-ാം വാക്യത്തിലേക്ക് അവിടെ ആക്ച്വലി സംഭവിച്ച വേറൊന്നുമില്ല, മൗനം സമ്മതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനം, എല്ലാവരും ഒന്ന് പറഞ്ഞു, മൗനം സമ്മതം. ഒന്നും പറഞ്ഞില്ല. അതിനർത്ഥമൊന്നുണ്ട്, അവൻ വിശ്വസിച്ചു. വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു കൂട്ടം വ്യക്തികൾ പറയാ, ഈ സൈക്കോ ദൈവത്തെ ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട, ഈ ഉത്സവം കഴിഞ്ഞിട്ട് ആനയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇല മടക്കിയതിനു ശേഷം പായസം വിളമ്പേണ്ട ആവശ്യമില്ല, ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല.
ഇനി നമ്മൾ തന്നെ നമ്മുടെ ദൈവം എന്നൊരു വശത്ത് ഒരു കൂട്ടം വ്യക്തികൾ പറയുക. പക്ഷേ യായിറോസ് അവനെ അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് എന്ത് ചെയ്തു? ഈ ചെവി കൂടെ കളഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞത് എന്ത് ചെയ്തു? അവൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളഞ്ഞോ? ഇല്ല. അവൻ ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെയും കേട്ടു. എല്ലാ ചെവി കൂടെ കേട്ടിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയത്തിൽ അവൻ അത് സ്വീകരിച്ചു. അതുകൊണ്ട് അവൻ ആൾക്കൂട്ടം പറഞ്ഞത് അവൻ അംഗീകരിച്ചില്ല. അവൻ്റെ വീട്ടുകാർ പറഞ്ഞതല്ല അവൻ നോക്കിയത്. യേശു എന്ത് പറഞ്ഞോ അതവൻ അംഗീകരിച്ചിട്ട് യേശുവിനെ കൂടെ കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവൻ ദൈവത്തെ തള്ളി പറയാനായിട്ട് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ സ്വന്തങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് വരെ പലപ്പോഴും പറഞ്ഞു വരാം. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന് വചനം പറയുക, ആരൊക്കെ അവൻ ദൈവത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ദൈവത്തെ കൂട്ടുപിടിക്കണ്ട, ദൈവത്തിന്റെ ആവശ്യം ഇനി ഈ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയാ ഇല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ മാറ്റി നിർത്താനായിട്ട് പലരും പറയുമ്പോൾ അവൻ നിനക്കൊന്ന് ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുവാനേ കഴിയുമെങ്കിൽ നിന്റെ മകൾ ഉയർത്തെഴുന്നേൽക്കോ. നിന്റെ സ്ഥിതിഗതികളുടെ മേൽ ഒരു ഉയർച്ച നടക്കും. നിന്റെ മരിച്ചു കിടക്കുന്ന മേഖലകളിൽ ജീവൻ വ്യാപരിക്കും. പല ശബ്ദങ്ങളുടെ നടുവിൽ യായിറോസ് നിന്നപ്പോഴും അവന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ദൈവത്തിന്റെ ശബ്ദം. ആ പ്രകാരം അവൻ ഏറ്റെടുത്ത് അവൻ യേശുവിനെയും അവന്റെ വീട്ടിലേക്ക്, അവന്റെ വിഷയത്തിന്റെ നടുവിലേക്ക്, അവൻ ഡെഡ് ബോഡിയായി കിടക്കുന്ന മോളുടെ മുറിയിലേക്ക് ആ യേശുവിനെ കൊണ്ടുപോയപ്പോൾ പലരും ഈ ദൈവത്തെ ഇനി കുറ്റം പറയാനില്ല, പരിഹസിക്കാനില്ല, കളിയാക്കാനില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഇമേജ് ഒരു പക്ഷെ പോവുമായിരിക്കാം. ഈ പരിഹാസികളുടെ നടുവിലൂടെ കർത്താവ് പോകുമ്പോൾ പലരും അതും ഇതും കർത്താവിനെ പറ്റി പറയും. വരുന്നു അങ്ങേര് ഈ ചാവാറായ മോളുടെ അടുത്ത് അവസാന യാത്ര പോലും പറയാതെ അച്ഛൻ വലിയ പ്രതീക്ഷയോടുകൂടെ ഗുരുവിൻ്റെ പിന്നാലെ ഓടിയത്. ആ ഗുരു ഇവിടെ വന്നില്ല, ഗുരു ഇപ്പോഴാണ് വന്നത്. പലരും പരിഹസിച്ചും മുറുമുറുത്തോണ്ടിരിക്കുക. പക്ഷേ യേശു മറ്റുള്ളവരെ നോക്കിയില്ല. പലരും പരിഹസിച്ചു വരും. പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ക്രൂശിൽ ഒരു പരമയാഗമാകുവാൻ തയ്യാറാണ്. ഒരു ക്രൂശിൽ ഞാനൊരു പരസ്യ കോലമാകാന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ തയ്യാറാണെന്ന് കാണിച്ചതൊരു ദൈവത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പല ശബ്ദങ്ങളുടെ നടുവില് ആ ദൈവത്തിന് വേണ്ടി നിനക്ക് എന്തുകൊണ്ട് നിന്നൂടാ? ആ ദൈവത്തിലൊന്ന് നിനക്ക് എന്തുകൊണ്ട് മുറുകെ പിടിച്ചുകൂടാ? ആ ദൈവത്തിൽ എന്തുകൊണ്ട് നിനക്കൊന്ന് വിശ്വസിച്ചുകൂടാ? നിന്നെ വിശ്വസിച്ചൊരു ദൈവമല്ലേ ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം. എന്തുകൊണ്ട് ആ ദൈവത്തിൽ നമുക്കൊന്ന് വിശ്വസിച്ചുകൂടാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആ മുറിവുറുപ്പ് എല്ലാത്തിൻ്റെ നടുവിലൂടെ എൻ്റേതായിട്ടുള്ള ഈ ഐഡൻറ്റിറ്റി ഇമേജ് എന്നുള്ളതല്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാനൊരു അത്ഭുതം ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്രകാരം ആമേൻ യായിറോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. കർത്താവ് ഒന്ന് ചെയ്തു. 39 വാക്യം, അകത്ത് കടന്ന് നിങ്ങളുടെ ആരാവരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്ന അത്ര എന്ന് പറഞ്ഞ് അവരോ അവനെ പരിഹസിച്ചു. ഞാൻ പറഞ്ഞില്ലേ, യേശുവിനെ അവരെല്ലാവരും കൂടെ പരിഹസിക്കാൻ തുടങ്ങി. ഇത് ഏത് വട്ട് ഡോക്ടർ, ഇത് ഏത് MBBS പഠിച്ചത്? കർത്താവ് പിന്നെ എന്ത് ചെയ്തു? എല്ലാവരെയും പുറത്താക്കി. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരെയും പുറത്താക്കി. ആരാവരത്തെയും കരച്ചിലും പരിഹസിക്കുന്ന തൻ്റെ ശിഷ്യന്മാരും അമ്മയും അപ്പനും ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? റൂമിൽ നിന്ന് പുറത്താക്കി. സ്തോത്രം, റൂമിൽ നിന്ന് എല്ലാവരും അടിച്ച് പുറത്താക്കിയിട്ട് കർത്താവ് ഒന്ന് ചെയ്തു. മരിച്ച ബാലയെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ബാലെ എഴുന്നേൽക്ക എന്നൊരൊറ്റ ശബ്ദം. ഇന്ന് ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കർത്താവ് ഒന്ന് ചെയ്തു. നോയ്സിനെ പുറത്താക്കി, ശബ്ദങ്ങളെല്ലാം അടിച്ചു പുറത്താക്കി, പല ചിന്തകളെല്ലാം അടിച്ചു പുറത്താക്കി, എല്ലാത്തിനെയും പുറത്താക്കി. ആ റൂമിനെ സെക്യൂർ ചെയ്തു, അടച്ചു പൂട്ടി, എൻക്ലോസ്ഡ് ആക്കി. എന്നിട്ട് ഒരൊറ്റ ശബ്ദത്തിന് മാത്രം ആ റൂമിനകത്ത് സ്ഥാനം കൊടുത്തു. ബാലെ എഴുന്നേൽക്കാം. ഇവൾ എഴുന്നേൽക്കത്തില്ല എന്നുള്ള പല ശബ്ദങ്ങളുണ്ടായിരുന്നു. കൊച്ചു മരിച്ചു എന്നുള്ള ശബ്ദങ്ങൾ പലരും ഉണ്ടായിരുന്നു. പരിഹാസത്തിൻ്റെ ശബ്ദങ്ങളുണ്ടായിരുന്നു. ദൈവത്തെ കുറ്റം പറയുന്ന ശബ്ദങ്ങളുണ്ടായിരുന്നു. അപ്പനെ കുറ്റം പറയുന്ന ശബ്ദങ്ങളുണ്ടായിരുന്നു. കാരണം ഈ അപ്പൻ അവസാന സമയങ്ങളിൽ ഈ മോളെ കൂടെ ഇരിക്കാനുള്ള അപ്പൻ യേശുവിന്റെ പിന്നാലെ പോയി, അവൻ പള്ളിയുടെ പിന്നാലെ പോയി, അവൻ പ്രാർത്ഥന എന്ന് പറഞ്ഞു പോയി, അവൻ ആരാധന എന്ന് പറഞ്ഞു പോയി. പല ശബ്ദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവം ഒന്ന് പഠിപ്പിക്കുകയാണ്, ഇന്ന് ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ഈ അനാവശ്യ ശബ്ദങ്ങളൊക്കെ പുറത്താക്കണം നിന്റെ ഹൃദയത്തിൽ നിന്ന്. അവൻ നോയ്സിനെ പുറത്താക്കി ഒരൊറ്റ ശബ്ദത്തിന് മാത്രം ഹൃദയത്തിനകത്ത് സ്പേസ് ഒരുക്കണം. ഗാർബേജ് ഇരുന്നാൽ അത്ഭുതം നടക്കത്തില്ല.
മാലിന്യം ഇരുന്നാൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നതും 2 യജമാനന്മാരെ സേവിക്കാനായി കഴിയുമോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ സമ്പത്തും ദൈവത്തെ പറ്റി പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഒരു ആലോചന പറഞ്ഞോട്ടെ. മനുഷ്യനെയും ദൈവത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തകളെയും ദൈവത്തിൻ്റെതായിട്ടുള്ള പ്ലാനിനെയും ഒരുമിച്ച് നമുക്ക് താലോലിക്കാൻ കഴിയത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ പ്ലാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ മനുഷ്യൻ്റെതായിട്ടുള്ള പ്ലാനുകളെ പുറത്താക്കണം. എത്ര പേർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? ദൈവത്തിൻ്റെതായിട്ടുള്ള സ്ഥലം വേണം ചിലത് ചെയ്യുവാൻ. മനസ്സോടെ ഇരുന്നാൽ ചിലത് സംഭവിക്കത്തില്ല. ആ ശബ്ദവും വേണം, ഈ ശബ്ദവും വേണം. അവര് പറയുന്നതിന് കേൾക്കണം, ഇവര് പറയുന്നതും കേൾക്കണം, ദൈവം പറയുന്നതും കേൾക്കണം. എല്ലാം കേട്ട് ഇങ്ങനെ ഒരു പ്രത്യേക പരുവത്തി ഇരുന്ന് കഴിഞ്ഞാൽ ചിലത് നടക്കൂല എന്നാണ് പറയുന്നത്. സ്തോത്രം. ചിലത് നടക്കണമെങ്കിൽ പുറത്താക്കി ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാനേ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം എല്ലാവരും പുറത്താക്കി ഒരൊറ്റ വാക്ക് തലീത കൂമി, ബാലെ എഴുന്നേൽക്കാന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. തലീത കൂമി എന്ന് പറയുന്നു. ബാല ഉടനെ എഴുന്നേറ്റു. ഇന്ന് രാത്രി ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ചിലതൊക്കെ ദൈവം നമ്മുടെ ഷെഡ്യൂളിന് പുറത്ത് നിന്നായിരിക്കാം പ്രവർത്തിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ആസൂത്രണങ്ങൾക്ക് പിന്നിലായിരിക്കാം പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇപ്പം നടക്കും, പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇപ്പം നടത്തൂല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. ചിലത് നമ്മളെ സംബന്ധിച്ച് ഈ വർഷം നടക്കണം, ഈ മാസം നടക്കണം. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, അടുത്ത ആഴ്ചയായിരിക്കാം, അടുത്ത മാസമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നു, കാത്തിരിക്കണം. ചിലരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും, ഇങ്ങനെ കാത്തിരുന്നാൽ മതി, ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടെ എന്ന് വേണമെങ്കിലും അവർ മൂളിത്തരും. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ, കാത്തിരുന്ന് വിടുതൽ പ്രാപിച്ചവർ ബൈബിളിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ ചുറ്റുപാടും പലരെയും കാണുവാനേ കഴിയും. സ്തോത്രം. ഇന്ന് ചുറ്റും പോണ്ടാന്ന് ഇതിനകത്തിരുന്ന പലരോടും ചോദിച്ചാൽ കാത്തിരുന്ന് വിടുതൽ പ്രാപിച്ചവരുണ്ടെന്നേ. ഒന്ന് വിടുതൽ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ചോ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇപ്പോൾ നിന്റെ ഉള്ളിൽ ദൈവം കൊണ്ടുവന്ന വിഷയത്തിൽ ഒരു പക്ഷെ വിടുതൽ ആയിട്ടില്ല, അല്ലെങ്കിൽ പക്ഷേ കഴിഞ്ഞ നാളുകളിൽ ഒരു വിഷയത്തിനെങ്കിൽ നിന്റെ കാത്തിരിപ്പിന് ദൈവം പ്രതിഫലം നൽകിയെങ്കിൽ ഒന്ന് ശക്തിയോടെ കരമടിച്ച ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താവോ. Thank you Jesus, thank you Jesus, thank you Jesus. ഞാനിന്നിവിടെ കാത്തിരിക്കുന്നതിനെ പറ്റിയേ പറയുന്നുള്ളൂ. പക്ഷേ ഒന്ന് പറയട്ടെ, കാത്തിരിക്കുന്നവന് പ്രതിഫലം നൽകുന്നവനാ ദൈവം. അത് ഇവിടെ മരിച്ചിട്ട് ഇനി അങ്ങ് പോകുമ്പോഴെന്നല്ല, എപ്പോൾ വേണം നടക്കാം. ഇന്ന് വേണമെങ്കിൽ നടക്കാം, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ നടക്കാം, നാളെ വേണമെങ്കിൽ നടക്കാം, മറ്റന്നാൾ വേണമെങ്കിൽ നടക്കാം, അടുത്ത വർഷം, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞേ. അതൊന്നും നമ്മുടെ പ്ലാനല്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഡ്യൂട്ടി എന്നത് ഒരൊറ്റ ഡ്യൂട്ടി, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എല്ലാ നാളും യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരൊറ്റ റെസ്പോൺസിബിലിറ്റി എനിക്ക് വളരെ അഭിമാനം തോന്നി. ചിലരൊക്കെ ഇങ്ങനെ കൗണ്ടർ കമൻറ്റ് ഇടുന്നതും കണ്ടു. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അവർ ചിരിക്കുമായിരുന്നു. യഹോവ സ്വർഗ്ഗത്തിരുന്ന് ചിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് തന്നെ കമൻറ്റ് ഇട്ടു. നല്ല കമൻറ്റ്സ് ഇങ്ങനെ ഇട്ടു. ദൈവത്തെ പ്രശ്നവും രോഗവും വരുമ്പോൾ മാത്രം വിളിച്ചാൽ പോരാ. അങ്ങനെ വിളിച്ച് ചെയ്യാനായിട്ട് ദൈവം ഒരു ടൂളൊന്നുമില്ല. ദൈവത്തെ നമ്മൾ എല്ലായ്പ്പോഴും കൂടെ നിർത്താൻ നമ്മൾ പഠിക്കണം. പ്രശ്നം വരുമ്പോൾ മാത്രമല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തെ എല്ലാ നാളും വിശ്വസിക്കാൻ കഴിയണം. ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്, എല്ലാ നാളും ദൈവത്തെ അന്വേഷിക്കാൻ കഴിയണം. അങ്ങനെ ദൈവവുമായി കൂടെ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിരാശയ്ക്ക് വീണു പോകത്തില്ല, ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെതായിട്ടുള്ള ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഒരുപക്ഷെ തകർച്ചയായിരിക്കാം, അവൻ്റെ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തകർച്ചയായിരിക്കും. പക്ഷേ അവന് പറയാൻ കഴിയും, എൻ്റെ ജീവിതം തകർന്നിട്ടില്ല. മറ്റുള്ള മുമ്പിൽ ഒരു തകർച്ചയായി തോന്നിയാൽ ഇന്ന് ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിൽക്കുന്നുവെന്ന് പറയുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവൻ്റെ എല്ലാം വിട്ടെറിഞ്ഞു അവൻ ഇറങ്ങിയത്. ഇനി എൻ്റെ ജീവിതം പറഞ്ഞാലും ഞാൻ എൻ്റെ അതിനൊക്കെ ഇഷ്ടംപോലെ നെഗറ്റീവായിട്ടൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ്. എനിക്കറിയാം എൻ്റെ ജീവിതം എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. ഞാനും എൻ്റെ വിദ്യാഭ്യാസം വിട്ടെറിഞ്ഞു. 70,000 രൂപയെങ്കിലും മാസം ശമ്പളം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്ര അത്യാവശ്യം നല്ല റെസ്യൂമൊക്കെയാണ്. അത്യാവശ്യം എവിടെയൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ, കോളേജിലായാലും സ്കൂളിലായാലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ദൈവകൃപയാൽ ദൈവം അതിനുള്ള ജ്ഞാനവും ഇതൊക്കെ തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അത്യാവശ്യം 70,000 രൂപ മാസം ശമ്പളമുള്ള ഒരു ജോലിയെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ
അതെല്ലാം വിട്ടെറിഞ്ഞ് എനിക്കൊരു ഡിഗ്രി എങ്കിലും കിട്ടുമായിരുന്നു ഒന്നുമില്ലെങ്കിൽ. പക്ഷെ അതെല്ലാം വിട്ടെറിഞ്ഞ് ഇന്ന് വന്നതിൽ ഒരുപക്ഷെ പലരും ചിന്തിച്ചു ഇവ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ ഒരിക്കലും മറച്ചു പിടിച്ചിട്ടില്ല. എപ്പോഴും എനിക്കതൊരു അഭിമാനം തന്നെയാണ്. സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ പലരും കളിയാക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ പലരും ഇപ്പോഴും കമൻ്റൊക്കെ ഇടും. ഈയിടെ ഇന്ന് രാവിലെ ഒരു കണ്ട ഭൂലോക തോൽവി, സ്തോത്രം പറഞ്ഞിട്ട് കുഴപ്പമില്ല. അവരുടെ മുമ്പിൽ ഭൂലോക തോൽവിയായിട്ട് തോന്നിയാലും എനിക്കറിയാം ഇന്ന് ആമേൻ മനുഷ്യൻ്റെതായിട്ടുള്ള തോൽവിയുടെ രീതി അനുസരിച്ച് ചിലപ്പോൾ തോറ്റ് കാണാം. പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും നല്ലൊരു ജയാളിയായി തന്നെ ദൈവ കൃപയാൽ നിൽക്കുന്ന എനിക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം കൈവിട്ടിട്ടില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമയത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ ദൃഢതയും കാത്തിരിക്കുവാൻ മനസ്സും അവൻ ഉറപ്പും ആഴവുമുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാനെന്ന് പറഞ്ഞോട്ടെ, അവൻ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ പൗലോസിൻ്റെ കൂടെ കുന്തമുണ്ടായിരുന്നു, ശൂലമുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പൗലോസിൻ്റെ ജീവിതം അതൊരു ഫെയിലിയറാണെന്ന് ആരും ഇന്ന് പറയത്തില്ല. അവനെ പോലെ വലിയൊരു അപ്പോസ്തലൻ വേറെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മറ്റ് പല അപ്പോസ്തലന്മാർക്ക് ഈ ശൂലം ഇല്ലായിരുന്നു, ഇത്രയും വലിയ ഹാർഡ്ഷിപ്സ് ഇല്ലായിരുന്നു, അല്ലേ? ചരിത്രം പഠിച്ചവർക്കറിയാം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയത് പൗലോസായിരുന്നു. പക്ഷേ ഏറ്റവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹിമയെ അനുഭവിക്കുകയും ധരിക്കുകയും അവനിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ കാണുവാനും ഇടയായിത്തീർന്നത് പൗലോസിനെ പോലെ വേറെ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ നിർത്തിക്കോട്ടെ, കാത്തിരിക്കണം. ഡോണ്ട് ഗിവ് അപ്പ്. വിട്ടുകൊടുക്കരുത്. വാഗ്ദത്തം ചെയ്തു വിശ്വസ്തൻ. ലാസർ ഉയരത്തിൽ നിൽക്കണമെങ്കിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് പോകണമായിരുന്നു. രോഗക്കിടക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനേ കഴിയുമായിരുന്നു. പക്ഷേ ദൈവം പോയില്ല. ദൈവത്തിൻ്റെ പ്ലാൻ, അവൻ മരിച്ച് നാറ്റം വമ്മിക്കാന്ന് പറഞ്ഞാൽ അറിയാമോ, DK ആകാൻ തുടങ്ങി. അങ്ങനെ 4-ാം ദിവസം ഞാൻ പോയി സൗഖ്യമാക്കത്തുള്ളൂ. അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. മനുഷ്യൻ പറഞ്ഞു ഇതുപോലൊരു സൈക്കോ ദൈവമില്ല, എല്ലാം അവസാനിച്ചു, ഇനി സാധ്യതയില്ല. പക്ഷെ ദൈവം പറഞ്ഞു അവൻ അസാധ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. അസാധ്യങ്ങൾ സാധ്യമാക്കാനാണ് എനിക്കിഷ്ടം. ഹല്ലേലൂയ. ശൂന്യതകളെ നിറയ്ക്കുവാനാണ് എനിക്കിഷ്ടം. കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവിന് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കർത്താവിന് തന്നെ നേരത്തെ തന്നെ കല്യാണ വീട്ടിൽ ഇങ്ങനെ വീഞ്ഞിങ്ങനെ കൊണ്ടുവരായിരുന്നു. ഗിഫ്റ്റായിട്ടിരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? യേശുവിനെ ക്ഷണിച്ച കല്യാണം ഇത്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ ക്ഷണിച്ചു, അതായത് യേശുവിനെ വിളിച്ച ഒരു കല്യാണം. അതിനർത്ഥം ആ കല്യാണത്തിന് അത് യേശു ഉണ്ട്, യേശുവിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ വിളിച്ച കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നില്ലേ? തീർന്നു. യേശു എല്ലാം അറിയുന്നവനാണ്. അവൻ സകലം അറിയുന്ന ദൈവമാണ്. യേശുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? എടാ മക്കളെ, പത്രോസേ നില്ല രണ്ടുപേരും നിൽക്കും. പിന്നെ ഉണ്ടല്ല, നമ്മൾക്ക് നാളെ ഒരു കല്യാണമുണ്ട്, അവിടെ വീഞ്ഞ് തീരും കേട്ടോ. ഇത് മനുഷ്യൻ്റെ പ്രവചനം വരവുണ്ടെങ്കിൽ യേശുവിനും ഉണ്ട് തീർച്ചയായിട്ടും. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ അവൻ ദൈവമാണ്, ദൈവമെല്ലാം അറിയുന്നവനാണ്. സ്തോത്രം. കർത്താവിനാണെങ്കിൽ പറയാം, മക്കളെ നീ പോയി അപ്പുറത്തെ കടയിൽ നിന്ന് മറ്റങ്ങേരുണ്ടല്ലോ വീഞ്ഞുണ്ടാക്കുന്ന വീട്, അവിടെ പോയിട്ട് 6 ഭരണി നിറച്ചുള്ള വീഞ്ഞ് ലോഡ് ചെയ്യണം വണ്ടിയിൽ. നമ്മൾ ഇന്ന് രാത്രി തിരിക്കും, നാളെ അവിടെ എത്തും, അവിടെ ഡെലിവറി ചെയ്യണം. എന്തെന്ന് ഇപ്പം മനസ്സിലാവില്ല, അവിടെ വീഞ്ഞ് തീരും. അതുകൊണ്ടാണ് നീ പറയുന്ന കാര്യം എന്ന് വേണമെങ്കിൽ കർത്താവിന് ഇങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഞ്ഞും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പം വീട്ടുകാർ വിചാരിക്കും, അയ്യോ വീഞ്ഞ് എന്തിനാണ്, വീഞ്ഞ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ വീഞ്ഞ് തീരും. അയ്യോ യേശു ഇതുകൊണ്ടാണ് വീഞ്ഞ് കൊണ്ടുവന്നത്, ഓ എത്രയോ നല്ല ദൈവം എന്നൊക്കെ അവർ വേണമെങ്കിൽ കുറേ തള്ളി ഇങ്ങനെ പെരുക്കിയൊക്കെ വെക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് എല്ലാം അറിയാമായിരുന്നിട്ടും കർത്താവ് എന്ത് ചെയ്തു? ആ വീട്ടിൽ ഒഴിഞ്ഞ കയ്യോടെ പോയി ഒന്നും അറിയാത്തവനെ പോലെ നിന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ലേ? വീഞ്ഞോ? എനിക്കറിയത്തില്ല മാറ്റർ, എനിക്കൊന്നും അറിയത്തില്ല. അടുത്ത യേശുവിൻ്റെ അമ്മയും വന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു ചേട്ടാ. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞില്ല. കർത്താവ് ഒന്നും അറിയത്തില്ല. സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഒന്നും അറിയാത്തതുപോലെ. എന്നിട്ട് എന്ത് ചെയ്തു? വീഞ്ഞെല്ലാം തീർന്നു, ശൂന്യമായി എന്ന് കണ്ടപ്പോഴാണ് കർത്താവ് അവിടെ നിറയ്ക്കുവാനിടയായിത്തീർന്നത്. ആമേൻ. നമ്മുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കും, എന്തുകൊണ്ട് കർത്താവ് ആ വീഞ്ഞിനെ തീരാൻ അനുവദിച്ചു? തീരാതെ നിർത്തിക്കൂടായിരുന്നോ? ലാസറിനെ എന്തിന് മരിക്കാൻ വിട്ടു? എന്തിന് ഈ യായിറോസിന്റെ മോളെ മരിക്കാൻ വിട്ടു? എന്തിന് അബ്രഹാമിനെ 100 വയസ്സ് വരെ മക്കളില്ലാതെ നിർത്തി? ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ വഴികൾ അനുസരിച്ച് നമ്മുടെ ചിന്ത ഒരുപാട് ചിന്തയുണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ചിന്ത പോലെയല്ല ദൈവത്തിൻ്റെ ചിന്ത.
നമ്മുടെ വഴികൾ പോലെയല്ല ദൈവത്തിൻ്റെ വഴി. പക്ഷെ അവൻ്റെ വഴി ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. അതാണ് അവൻ വചനം വിളിച്ചു പറയുന്നത്. യെരമ്യാവിനെ സംബന്ധിച്ച് വരുമ്പോൾ യെരമ്യാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. യെരമ്യാവിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവിടെ യെരമ്യാവ് പറഞ്ഞു, അയ്യോ എനിക്ക് പ്രായമില്ല, ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പണ്ടിതുപോലെ. എന്നെ പലരും പറയുമായിരുന്നു, ഞാനിങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ടാണ് വന്ന കാര്യങ്ങൾ പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ വലിയ ആളായിട്ട് അവൻ US പോയിട്ട് ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി, ജോയൽ ഓസ്റ്റിൻ ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ദേവദാസന്മാരൊക്കെ പഠിച്ചിറങ്ങിയ തിയോളജി സെമിനാരിൽ പോയി ഞാൻ വലിയ ഡിഗ്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ വന്നിറങ്ങും, വലിയ ദൈവദാസനായിട്ട് ഒരു 30 വയസ്സാകുമ്പോൾ. സ്തോത്രം. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ദൈവം പറഞ്ഞു, നിൻ്റെ പ്ലാൻ ആണെങ്കിൽ നീ അവിടെ വെച്ചോണ്ടിരുന്നാൽ മതി, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. സ്തോത്രം. നിന്നെ ഈ പ്രായത്തിൽ ഞാൻ നിന്നെ ഇറക്കും. ഹല്ലേലൂയ. അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. യെരമ്യാവ് പറഞ്ഞു, അയ്യോ എനിക്ക് പ്രായമില്ല കർത്താവേ, ഞാൻ എന്ത് ചെയ്യാനാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാനാ നിന്നെ വിളിച്ചത്, നിൻ്റെ പ്രായമല്ല, വിളിച്ചവൻ ആരെന്നുള്ളതാണ് മാറ്റർ. സ്തോത്രം. തിമത്തിയോസിന് ദൈവാത്മാവിനാൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ തിമത്തിയോസിനോട് പറഞ്ഞു, നീ ചെറിയവനാണെന്ന് വിചാരിച്ച്, നീ കുറഞ്ഞവനാണെന്ന് വിചാരിച്ച്, നീ ചെറിയവനാണെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും ഇരിക്കരുത്. നീ അഭിഷിക്തനാണ്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക പരിശുദ്ധാത്മാവിനാൽ എന്ന് പൗലോസ് കത്തെഴുതുവാനിടയായിരുന്നു അസിസ്റ്റൻ്റായ തിമത്തിയോസിന്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞു, നമ്മളെ കൊണ്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ എല്ലാം തീർന്നു പോയി, അതിന് നടക്കാൻ പോകത്തില്ല, ദൈവം കൈവിട്ടു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വരും. പക്ഷെ നോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അതൊക്കെ മേലെയാണ്. സ്തോത്രം. ഹല്ലേലൂയ.